அந்த ஷாப்புல இவ்வளவு நேரத்துக்குள்ள எவ்வளவு கலெக்ஷன் வந்திருக்கும்? இப்போ மணி 2 ஆச்சு. கிட்டத்தட்ட 2 லட்ச ரூபா கலெக்ஷன் ஆயிருக்கும். വണക്കം. வணக்கம். ഞാൻ പാലക്കാട് SB സ്റ്റോഴ്സിൽ നിന്ന് ഒരു 10 ചാക്ക് അരി ഓർഡർ ചെയ്തിരുന്നു. SB സ്റ്റോഴ്സ്? ആമാ. അല്ല ഡിസ്കൗണ്ട് എന്റെ ബാഗ് തട്ടി പറിക്കണേ, ആരെങ്കിലും ഓടി വരണേ. തമ്മി തല്ലി ചാണുങ്ങ അങ്ങോട്ട് അങ്ങനെ മാറിക്കണം തല്ലടാ. ബാക്കിയുള്ളൊരു വണ്ടി എടുത്ത് പണിക്ക് പോട്ടടാ. ഇവന്മാര് ഈ ബാഗ് തട്ടി പറിക്കാൻ നോക്കിയായിരുന്നു. നീ അവരെ ബാഗ് അങ്ങോട്ട് കൊടുത്ത് അവരെ തട്ടി പറിക്കും. അപ്പൊ ഇതിനകത്തിരിക്കണം എന്റെ കാശാ. നീ നിന്റെ കാശ് എടുത്ത് ബാഗ് കൊടുക്കും. കാശും ബാഗും എന്റെ ആണെന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കേ. പോലീസ് അങ്ങനെയല്ല, ഫോൺ എടുത്ത് 100 വിളിക്കേ. 100? വേഗം വിളിക്കേ, വേഗം വിളിക്കാൻ. ഹലോ போலீஸ் ஸ்டேஷன் சார், இங்க தர்மா ஸ்டோர்ஸ் முன்னாடி பெரிய கலாட்டம் நடக்கு சார். சீக்கிரமா கொடுங்க. என்ன போலீஸ் எல்லாம் மினிஸ்டருக்கு எஸ்கோர்ட் போயாச்சு. என்ன சார் இது? சார் நான் இவங்களை தூக்கி அங்க வந்தா நீங்க லாக்அப் பண்ணுவீங்களா சார்? சரி சார், ரொம்ப தேங்க்ஸ் சார். இதான்டா போலீஸ். மக்கள் பிரச்சனையை மக்கள் தான் தீர்த்து வைக்கணும். வாங்கடா டேய். എങ്ങോട്ട്? എടോ, പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്ക മാട്ടാ. വാ കേറ്. அண்ணே ரொம்ப தேங்க்ஸ். ஐயோ, இதுக்கு போய் தேங்க்ஸ் எல்லாம். நீங்க நல்லா இருக்கணும். இவர்தான் சரியான ஆம்பளை. ஆம்பளைனா இப்படித்தான் இருக்கணும். கடவுளா இவனா? அந்த மலையாளத்தான் பெரிய ஃப்ராடு. இவங்க எல்லாம் ஒரே டீம். அப்படியா? കാശെടുത്തേ.
ചിത്തപ്പ. ഏയ് ആണോ ചിത്തപ്പ? ആ, അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ? തേൻമൊഴി ചിത്തപ്പയെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുമ്പോൾ ചിത്തപ്പയെ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ? ചിത്തപ്പൻ എത്ര തെണ്ടിയാലും ചെട്ടിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ? അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത്. എന്റെ പൊന്നു ചിത്തപ്പ. പുറമ്പോക്കെ இந்த ധർമ്മരാജൻ നനച്ചാൽ ഒന്നേ ധർമ്മരാജന. എടാ രായപ്പ, നീ എന്നാടാ ധർമ്മരാജനായത്? കൊഴിഞ്ഞാൻ പറയ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്ക് രായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് വിട്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ. എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ. ചിത്തപ്പാക്ക് നിമ്മതി, എനിക്ക് നിമ്മതി. എന്നാ ഇനി ഫോൺ മാറി. ഓ